ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? ദ കറന്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ എനർജിയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്യും. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഓർക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അവരോടൊപ്പമുള്ള ആ ഒരു സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളെ പറ്റി ഓർക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിൽ വലിയ ഒരു ട്രാൻസ്ഫർമേഷൻ, അതായത് മാറ്റത്തിൻ്റെ ഘട്ടത്തിലാണ് എന്ന് കാണിക്കുന്നു. പഴയ പ്രശ്നങ്ങളും തർക്കങ്ങളും മാനസികമായിട്ടുള്ള സമ്മർദ്ദവും എല്ലാം തന്നെ അവരിപ്പോൾ അത് പിന്നിലേക്കാക്കി കൂടുതൽ സമാധാനത്തിലേക്ക് നീങ്ങാൻ അവർ ആഗ്രഹിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകളിൽ ഇപ്പോൾ മുൻകാലത്തേക്കാൾ കൂടുതൽ ശാന്തത വന്നിട്ടുണ്ട് എന്നും കാണിക്കുന്നു. അതായത് മുൻകാലത്ത് നിങ്ങൾക്കിടയിൽ ഒരു വഴക്കോ പിണക്കമോ ഒരു ഒറ്റപ്പെടലോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അതൊക്കെ ഒരു ഹീലിംഗ് ഘട്ടത്തിലേക്ക്, അതായത് മനസ്സ് ഹീലായിക്കൊണ്ടിരിക്കുന്നു, ട്രാൻസ്ഫോർമേഷനിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. പഴയകാല ദേഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സമാധാനമായിട്ട് ചിന്തിക്കുന്ന എനർജി. 7 ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത് ഈ ഒരു ബന്ധത്തെ അങ്ങനെയൊന്നും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് വിലയിരുത്തുന്നു. അതുപോലെ തന്നെ ഇതിനി ഭാവി ഉണ്ടാകുമോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം. പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ പോവില്ല. ക്ഷമയോടെയുള്ള ഒരു സമീപനമാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 6 ഓഫ് വൺസ് ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങളെ അവർ വളരെ ബഹുമാനത്തോടെയും അഭിമാനത്തോടെയും കാണുന്ന ഒരു സൂചന. വീണ്ടും നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം, നിങ്ങളുമായി ഒരു വിജയകരമായിട്ടുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ പുനഃസമാഗമം, അതായത് ഒരു റീയൂണിയൻ എന്നിവയൊക്കെ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന ഒരു സമയം. ഇതെന്ന് പറയുന്നത് വളരെ ലോയലായി നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹത്തെ മതിപ്പോടെ കാണുന്നു എന്ന എനർജിയാണ്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് സ്വന്തം ജീവിതം, കരിയർ, സാമ്പത്തികമായിട്ടുള്ള സുരക്ഷ, അതുപോലെ തന്നെ അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള വളർച്ച എന്നിവയ്ക്കെല്ലാം തന്നെ പ്രാധാന്യം നൽകുന്നു എന്നതിനെ കാണിക്കുന്ന എനർജിയാണ്. ഇമോഷൻസൊക്കെ അവർക്കുണ്ടെങ്കിലും സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായി കാണുന്നു. ഈ ഒരു 4 കാർഡിൻ്റെ ഓവറോൾ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളോടുള്ള വികാരങ്ങളൊന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല എന്നും അവരിപ്പോൾ വളരെ ശാന്തമായി എല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു എന്നും വീണ്ടും നല്ലൊരു കാലം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയുടെ ഊർജ്ജമൊക്കെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് സ്വന്തം ജീവിതം ഒന്ന് സ്ഥിരപ്പെടുത്തണം, അതിലേക്കാണ് അവരുടെ ഒരു ശ്രദ്ധ പോയിരിക്കുന്നത് എന്ന് കാണിക്കുന്നു. ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറന്റ് എനർജി. അടുത്തതായി നമുക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു നിയർ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ദ സൺ കാർഡാണ്. ഈ ഒരു ബന്ധത്തിലെ ഒരു പ്രതീക്ഷയുടെ വെളിച്ചത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് സൺ കാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു വഴക്കോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണകളെല്ലാം തന്നെ മാറി സത്യങ്ങൾ പുറത്തു വരാനുള്ള ചാൻസിനെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം സന്തോഷകരമായിട്ടുള്ളൊരു മറ്റൊരു മാറ്റത്തിനുള്ള അവസരം ഉണ്ടാകാനും ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു. സൺ കാർഡ് വളരെ നല്ലൊരു കാർഡാണ്. അതായത് ഈ ഒരു ബന്ധത്തിലൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് കാണിക്കുന്നു. 5 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് എന്നാൽ അതിനു മുമ്പുള്ളൊരു ചെറിയ തർക്കം അല്ലെങ്കിൽ ഒരു ഈഗോ പ്രോബ്ലം, ആരാണ് ആദ്യം സംസാരിക്കുക, അവരിങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നുള്ള ചിന്താഗതി. ഈ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒരു തടസ്സമായിട്ട് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ നിൽക്കുന്നു. നിങ്ങളുടെ വ്യക്തി ഒരു പഴയ വേദനകളെയും അല്ലെങ്കിൽ പഴയ കാലത്തുണ്ടായ സംഭവങ്ങളെയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു റീയൂണിയനെ വൈകിപ്പിക്കും. എല്ലാ മനോഹരമായ ബന്ധങ്ങൾക്കിടയിലെയും വില്ലൻ എന്ന് പറയുന്നത് ഈഗോയാണ്. അതിനിപ്പോൾ ഒരു സുഹൃത്ത് ബന്ധമാണെങ്കിലും പ്രണയബന്ധമാണെങ്കിലും വിവാഹ ബന്ധമാണെങ്കിലും എല്ലാം ഈഗോ എന്ന് പറയുന്നൊരു വികാരം കലർന്നിട്ടുണ്ടോ അവിടെ വെച്ച് സ്നേഹം 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. സ്നേഹമുള്ളിടത്ത് ഒരിക്കലും ഞാൻ വലുത് എന്ന് പറയുന്നൊരു ഭാവം വരില്ല. ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് വളരെയേറെ ആത്മവിശ്വാസവും ആകർഷണവും ഒക്കെ വീണ്ടും ശക്തമാകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളിൽ ഒരാൾ ഈ ഒരു ബന്ധത്തിലൊരു മുൻകൈ എടുക്കുകയോ വളരെ വ്യക്തമായിട്ടുള്ളൊരു ആശയവിനിമയം നടത്തുകയോ ഒക്കെ ചെയ്താൽ ബന്ധത്തിൽ നല്ലൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ആയിരിക്കില്ല. ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കുക. നിയർ ഫ്യൂച്ചർ എനർജിയിൽ ഒരു 3 ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് അതൊരു മുന്നോട്ടുള്ള ഒരു ചലനത്തെ സൂചിപ്പിക്കുന്നു. ദൂരെയായിരുന്നവർ വീണ്ടും ബന്ധപ്പെടുക, അതായത് നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു ബന്ധമായിരുന്നു എങ്കിൽ വീണ്ടും അത് ഒന്നിക്കുന്നു എന്ന് കാണിക്കുന്നു. ഒരു മെസ്സേജ് വരിക അല്ലെങ്കിൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ബന്ധം നീങ്ങുക എന്ന് പറയുന്ന സാധ്യത ഈ ഒരു കാർഡ് നൽകുന്നു. ക്ഷമ അങ്ങേയറ്റം ആവശ്യമായ ഒരു പുരോഗതിയാണ് ഇതെന്ന് സൂചിപ്പിക്കുന്നു. അതായത് കുറച്ച് കാലമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിലായിരുന്നു എങ്കിൽ
ഒരു റീയൂണിയനുള്ള ചാൻസസ് ആണ് ഈ കാണിക്കുന്നത്. ഓവറോൾ ഈ ഒരു റീഡിംഗ് എനർജി നോക്കുന്ന സമയത്ത് ഈ ഒരു ബന്ധത്തിൽ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കുന്നു. ആദ്യം ചില അഭിപ്രായ വ്യത്യാസമോ ഒരു ഈഗോയൊക്കെ പരിഹരിക്കേണ്ടി വന്നേക്കാം മുന്നോട്ട് പോകുന്ന സമയത്ത്. തുടർന്ന് ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഇതിലൊരാൾ ഇതിന് മുൻകൈ എടുക്കും. നിയർ ഫ്യൂച്ചറിൽ ഈ ഒരു ബന്ധം സ്റ്റക്കായി നിൽക്കാതെ പതുക്കെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ഊർജ്ജം. ഇനി നമുക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം, അതിനുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് ചോദിക്കാം. അതിന് വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. ഈ ഒരു ബന്ധത്തിൽ കാര്യങ്ങൾ നിർബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ട എന്ന് കാണിക്കുന്നു. ശരിയായ സമയം വരുന്നത് വരെ ക്ഷമ പാലിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ പറ്റിയുള്ള ചില പദ്ധതികളും വികാരങ്ങളും ഒന്നും തന്നെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പാടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ സ്വയം സൂക്ഷിച്ചു വെക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. കാരണം ഇവിടെ വന്നിരിക്കുന്ന ചില എനർജികളിൽ ചുറ്റുപാട് നിൽക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു ബന്ധത്തിന് അനുകൂലമല്ല എന്ന് കാണിക്കുന്നുണ്ട്. നമ്മളൊരു ഉപദേശം ചോദിക്കുന്നത് ഈ ഒരു ബന്ധത്തിന് അനുകൂലമല്ലാത്ത ആളുകളോടാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സമയം കൊടുക്കുക എന്ന് കാണിക്കുന്നു. നിങ്ങളൊരു ആശയക്കുഴപ്പത്തിലാണ് എങ്കിൽ ശാന്തമായി നിങ്ങളുടെ മനസ്സിനെ കേൾക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ശരിയായ ദിശ കാണിച്ചു തരും എന്നുള്ളതാണ് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് കാണിച്ചു തരുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കുറച്ചേറെ ആളുകളുടെ എനർജി എന്ന് പറയുന്നത് വളരെയേറെ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ആളുകളുടെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റ്യൂഷൻ പവേഴ്സും നിങ്ങൾക്കുണ്ട് എന്ന് കാണിക്കുന്നു. ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവ്. ഈ ഒരു ബന്ധത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അത്ര ഓപ്പൺ അല്ല. മുന്നോട്ട് പോകും തോറും വളരെ ഇൻറ്റ്യൂഷണൽ പവറുള്ള നിങ്ങൾക്ക് മുന്നിലേക്ക് യൂണിവേഴ്സ് തന്നെ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരും എന്ന് കാണിക്കുന്നു. ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഈ ഒരു മെസ്സേജിന് യൂണിവേഴ്സിന് നന്ദി പറയുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡിവൈൻ എനർജിക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിൽ ഒരു നിർണായക തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ്, അതായത് നിങ്ങളുടെ എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു റീഡിംഗ് ആവശ്യമാണ് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻറ്റും ഡീറ്റെയിൽസും എല്ലാം തന്നെ ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഒരു പേഴ്സണൽ ടാരോട്ട് റീഡ് എടുക്കുന്നതിന് മുമ്പ് ടാരോട്ട് റീഡിംഗ് എന്താണെന്ന് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് വെറും ഒരു കാർഡ്സുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു നേരം പോക്കല്ല. നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ പ്ലാനറ്റ് പൊസിഷൻ ഉൾപ്പെടെ മനസ്സിലാക്കി ജാതകം വിശകലനം ചെയ്തിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള ടാരോട്ട് റീഡിംഗ് ആണ് ഇവിടെ ചെയ്തു വരുന്നത്. അതിൻ്റേതായിട്ടുള്ള സമയവും സന്ദർഭവും എല്ലാം തന്നെ ആവശ്യമാണ്. ഇനിയൊരു പേഴ്സണൽ റീഡ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ ഡിവൈൻ ഗൈഡൻസ് അടങ്ങിയ ഒരുപാട് റീഡിങ്സ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഡിവൈൻ ഗൈഡൻസ് ലഭിക്കാൻ ആ ഒരു റീഡിങ്ങുകളെല്ലാം തന്നെ നിങ്ങളെ സഹായിക്കും. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും എൻ്റെ പ്രത്യേക പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വ്യക്തി ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളിലേക്ക് മടങ്ങി വന്ന് നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ അത് സംഭവിക്കുമാറാകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നതിന് നന്ദി എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ ഒരു ഡിവൈൻ എനർജിയോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്.